ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കണ്ണൂരിൽ തന്നെയാണ് ഉള്ളത്. എക്സാം ഒക്കെ കഴിഞ്ഞു, ഫ്രീ ആയി. അപ്പം അതിനിടയ്ക്ക് ഞാനൊന്ന് കോഴിക്കോടൊക്കെ പോയിട്ട് വന്നു. നന്നൂസിന്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇതൊന്നും കാര്യമായിട്ട് ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ദീപാട്ടിനും ഞാനും കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ഇനി ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാളെ നമ്മൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവും. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ടൗണിൽ പോകേണ്ട 2-3 ആവശ്യങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം, എൻ്റെ വീട്ടിൽ നിന്ന് താഴെ ചൊവ്വയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു 4-5 ദൂരം, അതായത് ബസ് സ്റ്റോപ്പിന്റെ 4-5 സ്റ്റോപ്പൊക്കെ ഇടയിൽ വരുന്നുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ സെക്യൂർ ആ മാളിൽ പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ 2-3 വട്ടമൊക്കെ പോകാൻ ഇറങ്ങി. ഇപ്പം തന്നെ ഈ വരവിനുണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം അതൊക്കെ ക്യാൻസൽ ചെയ്ത് അമ്മേന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ ഇറങ്ങി. അതും എന്തോ ഒരു കാരണവശാൽ ക്യാൻസലായി. അതിന് മുന്നേ മാൾ ഓപ്പൺ ആയ സമയം തന്നെ നമ്മൾ അപ്പം പിന്നെ അധികം ഷോപ്സും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായില്ല. അപ്പൊ ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ നീണ്ടു പോയി. അപ്പം നമ്മളെ അടുത്ത് തന്നെ ഒരു മാളുണ്ടായിട്ട് കണ്ടിട്ട് പറയുമ്പോൾ മോശമല്ലേ. അപ്പൊ അമ്മേനെയും കൂട്ടിയിട്ട് ഒന്ന് സെക്യൂറിലൊക്കെ പോകണം, നെസ്റ്റോയിലൊക്കെ ഒന്ന് കയറണം, കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ ടൗണിലും ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഇന്ന് പുറത്തുനിന്നാണ്. നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചെറുങ്ങനൊന്ന് മഴയൊക്കെ പൊടിഞ്ഞ് മഴ എങ്ങനെ പോയി. മഴ ഇല്ലാണ്ടിരിക്കട്ടെ, അതാ നല്ല. മഴയുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കൊടയും കൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ അമ്മ ഇവിടെ ഉണ്ട് ബാക്കിൽ. ഒരു ഹായ്. ദീപാട്ടിന് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈപ്പാസിലേക്ക് കയറണം. സർവീസ് റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഇന്നലെ നമ്മൾ വരുമ്പോൾ സാധാരണ വടകര എത്തുമ്പോഴാണ് റോഡൊക്കെ ഭയങ്കര മോശമായിട്ടുണ്ടാവല്. ഇന്നലെ അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെ അവസ്ഥ. നമുക്ക് കൺഫ്യൂഷനായി. വടകര എത്തിയ രാത്രിയും കൂടി ആകുമ്പോഴേക്ക് വലിയ വണ്ടികളും ഒക്കെ ഉണ്ടല്ലോ. ഫുള്ള് കുണ്ടും കുഴിയായിട്ട് നടുവൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോഴേക്ക്. പിന്നെ ഈ ഭാഗത്ത് ഇപ്പം അത്ര വലിയ പ്രശ്നമില്ല. വടകര കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം ബാക്കി നമുക്ക് മാളിലെത്തിക്ക് കാണാം. നല്ല ബ്ലോക്കാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ടിപ്പർ ലോറി നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതേ ഈ റോഡ് ഭയങ്കര ഇടുങ്ങിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകേണ്ടിയിട്ട് അത്രേ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ആ ലോറിയും കൂടി അവിടെ നിന്നപ്പോൾ കുറച്ചുകൂടി ആ സ്ഥലം അങ്ങ് പോയി കിട്ടി. പിന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ എപ്പോഴും ബ്ലോക്കാണ്. പക്ഷെ ഇന്ന് ഈ ടൈം ശനിയാഴ്ച ഇപ്പം 11:50 ആയി. എന്താ ഇത്ര ബ്ലോക്ക് എന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം പുറത്തായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായത്. എപ്പോഴും മാളിൽ വരുമ്പോൾ തിരക്കായതുകൊണ്ട് പാർക്കിംഗ് കിട്ടലില്ല. അപ്പം തിരിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു പുറത്ത് പാർക്ക് ചെയ്തത്. പക്ഷെ വന്ന് നോക്കിയപ്പോൾ പാർക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പോയിട്ട് വണ്ടി എടുത്ത് വന്ന് മാളിൽ തന്നെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ കയറിയിട്ടുണ്ടായത് നെസ്റ്റോയിലേക്കാണ്. ചെറിയ ബാസ്ക്കറ്റ് ആയിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായത്. അമ്മ പറഞ്ഞു അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൂ എന്ന്. പക്ഷേ എങ്കിൽ ബിരിയാണി പോട്ടിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അമ്മ കുറേ ആയിട്ട് ബിരിയാണി പോട്ട് വാങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ട് വലിയൊരു ട്രോളി എടുത്തിട്ട് വന്ന് ചെറുതൊക്കെ മാറ്റി ബിരിയാണി പോട്ടൊക്കെ വാങ്ങി അവിടുന്ന് ബില്ലിംഗ് ഒക്കെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് മുകളിലേക്കൊക്കെ കയറി അമ്മയ്ക്ക് മുകളിൽ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയേ വേണ്ടൂ. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇതും ഇങ്ങനെ തൂക്കി നടക്കുന്നതിൽ നല്ലത് നേരെ ഇത് കൊണ്ടുപോയി വണ്ടിയിൽ വെക്കാം. അതായത് നെസ്റ്റോന്ന് വാങ്ങിയ സാധനങ്ങൾ അതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പിന്നെ നടക്കാമല്ലോ. അങ്ങനെ സാധനമൊക്കെ വണ്ടിയിൽ ഡിക്കിയിൽ കയറ്റിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായത്. അല്ലാണ്ട് വലിയ കാണാനൊന്നുമില്ല. മാക്സും ട്രെൻഡ്സൊക്കെ അമ്മ വേറെയും കുറേ ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടായതാണ്. അപ്പോൾ ഫുഡ് കോർട്ടിലൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് പിന്നെ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മന്തി കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ താഴേക്ക് വന്ന് ഇനി നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് കല്യാൺ സിൽക്സിൻ്റെ ഓപ്പോസിറ്റ്, അതായത് കണ്ണോത്തും ചാലിൽ കല്യാൺ സിൽക്സിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായ പുതിയതായിട്ട് തുടങ്ങിയ ഒരു മന്തി ഷോപ്പിലേക്കായിരുന്നു. മന്തി മഹൽ എന്നായിരുന്നു തോന്നുന്നുണ്ട് പേര്. അപ്പം ഞാൻ 2-3 വട്ടം ബസ്സിൽ ഇതിലൂടെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ ഞാനും ഏട്ടനും ബീഫ് മന്തിയും അമ്മ ഒരു അൽഫാം മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കൂടെ ഒരു ചട്നി ടൈപ്പ് പുളിയിഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചട്നിയല്ല, പുളിയിഞ്ചിയാണത്. അതുകൂടാണ്ട് സാലഡ് നമ്മൾ സാധാരണ കടകളിൽ കണ്ടുവരുന്നില്ല. വളരെ കളർഫുൾ ആയിട്ടുള്ള സാലഡായിരുന്നു. അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പിന്നെ മന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ബീഫ് പീസും അത്യാവശ്യം നല്ല ജ്യൂസി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഹോട്ടൽ. ഇവിടെ ഫ്രണ്ട് പോർഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഉള്ളിലേക്കായിരുന്നു ഇരുന്നിട്ടുണ്ടായത്. പിന്നെ പുറത്തുനിന്ന് ഫ്രീ കാവ ഉണ്ടായിരുന്നു. അങ്ങനെ കാവ്യമൊക്കെ കുടിച്ചു. ഇത് അതിന്റെ മാനേജറോ ഓണറോ അങ്ങനെ ആരോ ആണ്. മൂപ്പര് നമ്മുടെയൊക്കെ വന്ന് ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനിയിപ്പോ ഒന്ന് സൂര്യ പോണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റെസ്റ്റോറന്റിൽ വരുന്നത്.
നല്ല സർവീസ്, ഫുഡായാലും അടിപൊളിയായിരുന്നു. ഫുഡിനെക്കാളും എടുത്ത് പറയേണ്ട അവരെ സർവീസാണ്. ഇതിന്റെ മാനേജർ ആണോ ഓണർ ആണോ ആരാന്ന് അറിയില്ല. അപ്പൊ മൂപ്പര് ഫുഡ് നമ്മൾ കഴിച്ച് കഴിയാറായപ്പോൾ തന്നെ നമ്മുടെ വന്നിട്ട് അപ്പൊ പോകുമ്പോഴേ നമ്മളോട് ഉള്ളിൽ സീറ്റിംഗ് ഉണ്ട് അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. കഴിച്ച് കഴിയാറായപ്പോൾ വന്ന് സർവീസൊക്കെ ഓക്കെ അല്ലേ, ഫുഡൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിപ്പോൾ ഇറങ്ങാൻ വന്നപ്പോഴും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് റിവ്യൂ ഇടണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോ എടുത്തതാ. ആണോ, സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളിങ്ങനെ സംസാരിച്ചു. ഫുഡിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു കണ്ണൂര് സാധാരണ അങ്ങനെ ഇവര് 11:00 തൊട്ട് രാത്രി 12 മണി വരെ അവൈലബിളാ. അപ്പൊ ഞാനും ഏട്ടനും മുന്നേ ഒരു ഷോപ്പിൽ പോയ ടൈം അവിടെ മന്തി ആയിട്ടില്ല. സമയം അപ്പം തന്നെ 1 മണി അങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു 2 മണി തൊട്ടേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ ഓൺലൈനായിട്ട് അവിടെ നടാലിന്റെ പരിസരത്തുള്ള ഷോപ്പുകളിൽ ഓർഡർ ചെയ്യുമ്പോഴും മന്തി ആവാനാണെങ്കിൽ 2 മണി 2:30 ആവും. അപ്പൊ ഇത് ഈ ഒരു ടൈമിംഗിൽ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ അവരുടെ സർവീസും അടിപൊളിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദീപോട്ടം കോഴിക്കോടാണെന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ ഫുഡിന്റെ മന്തിന്റെ ഒക്കെ ഭയങ്കര ഷോപ്പല്ലേ, അപ്പൊ അത് വെച്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് നല്ലൊരു പെരുമാറ്റമായിരുന്നു ആളത്. അപ്പൊ എന്താ അടിപൊളി ഫുഡ്. അപ്പൊ നിങ്ങൾ മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. കല്യാൺ സിൽക്സിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഷോപ്പ് വരുന്നത്. നല്ല ഫുഡായിരുന്നു. നമ്മൾ ബീഫ് മന്തിയും അമ്മ അൽഫാമാണ് കഴിച്ചത്. ഒക്കെ അടിപൊളിയായിരുന്നു. റൈസിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് പുറത്തുനിന്ന് കാവ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ കണ്ടൊരു സ്പെഷ്യാലിറ്റി പുളിയിഞ്ചി ഇല്ലേ, പുളിയിഞ്ചി ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാന് വയനാട്ടിലെ വൈറ്റ് വേ അല്ലേ റെസ്റ്റോറന്റ്, വൈറ്റ് വേയിലൊക്കെ മന്തി, വൈറ്റ് ഹൗസില് മന്തിന്റെ കൂടെ ഒരു ഉണക്ക മുളകില്ലേ അതിന്റെ എന്തോ ഒരു ചട്നി ടൈപ്പ് ഒക്കെ കിട്ടലുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാ പുളിയിഞ്ചി. കുഴപ്പമില്ല, ഒരു നമ്മളെ സോസ് ഇല്ലേ ടൊമാറ്റോ സോസ് ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അപ്പൊ ഫുഡൊക്കെ അടിപൊളി. ഇനി നമുക്ക് നേരെ സൂര്യ പോവാം. നല്ല ബ്ലോക്കാണ്, മഴയോ ആയതും കൂടിയിട്ട്. ഇപ്പൊ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി സൂര്യയിൽ എത്തിയിട്ട് കാണാം. നമ്മള് സൂര്യന്ന് ഇറങ്ങി അവിടുന്ന് അങ്ങനെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല, വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിംഗ് ഒക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ വന്നത് SM പാർക്ക് റോഡിലുള്ള ക്രീം സ്റ്റേഷനിലേക്കാണ്. ഇവിടെ എന്തോ ഒരു ചോക്ലേറ്റ് വേഫിൾസ്, അതിന്റെ എന്തോ ഒരു അടിപൊളി സാധനം കിട്ടുന്നൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു ഡെസേർട്ടായിട്ട് കഴിക്കേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. ഇതിന്റെ ലൊക്കേഷൻ കുറച്ച് ഉള്ളോട്ടായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല. ഇത് ദീപായിട്ട് എന്നെ കളിയാക്കുന്നതാണ്, ഡോർ തുറന്ന് തന്നിട്ട് കയറിക്കോളൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സീറ്റിംഗ് ഒക്കെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. കുറേ സീറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളുള്ള ടൈം വേറെ 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ഐറ്റംസ് ഒക്കെ. അങ്ങനെ അഫോർഡബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് നോട്ടി ന്യൂട്ടെല്ല വിത്ത് വാനില ഐസ്ക്രീംസിന്റെ വേഫിളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എക്സ്പെൻസീവ് ആണെന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം അടിപൊളിയായിരുന്നു. നല്ല എന്താ നമുക്കിങ്ങനെ തലക്ക് മത്ത് പിടിക്കില്ലേ, ആ ഒരു ടൈപ്പ് ആയിരുന്നു. ഈ ഒന്ന് നമുക്ക് 3 തന്നെ കംപ്ലീറ്റ് കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. 2 ബൈറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മതിയാവുന്നുണ്ടായിരുന്നു.
നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേഫിൾസും അതിന്റെ മുകളിൽ ചോക്ലേറ്റ് പിന്നെ വാനില സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട്. അപ്പൊ വേഫിൾസ് ചൂടാണല്ലോ, നല്ല ചൂടോടെ ഉള്ളത്, ഐസ്ക്രീം നല്ല തണുത്തിട്ടും, അത് രണ്ടും കൂടി മിക്സ് ആയി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നും ഫുൾ ഒരാൾക്ക് കഴിക്കാനാവൂല, ഒരു 2 ബൈറ്റൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മത്ത് പിടിക്കുന്ന ഒരു ഫീലാണ്. അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട് അത്യാവശ്യം. വീഡിയോസിൽ അതിന്റെ റേറ്റ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് കണ്ടില്ല. വീഡിയോസ് കണ്ടിട്ട് എന്താ സംഭവം എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പോയി നോക്കിയതാ. പക്ഷെ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല, പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മേമ വരുന്നുണ്ട് വൈകുന്നേരം, മേമയും ചന്തുവും വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. 5:30 ആയിട്ടുണ്ട്. നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷെ നടാല് ഗേറ്റിന് ഇപ്പോഴും ട്രെയിൻ വരുന്നുണ്ട്. 3 ട്രെയിൻ അങ്ങാട്ട് പോകാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളം അവിടെ ഇങ്ങനെ കിടക്കേണ്ടി വന്ന്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ഇനി ഞാൻ നാളെ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകും. അതിന്റെ പാക്കിംഗ് ഒക്കെ ബാക്കിയുണ്ട്. ഇനിയിപ്പോ മേമയും ചന്തും ഒക്കെ വരും. പിന്നെ എല്ലാരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.